നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും പി എസ് സി റാങ്ക് മേക്കേഴ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2018 നടന്ന കറണ്ട് അഫയേഴ്സുകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയുടെ മൂന്നാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മൂന്നാം ഭാഗത്തിൽ നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട അവാർഡ്സിനെ കുറിച്ചും അത് ലഭിച്ച വ്യക്തികളെക്കുറിച്ചും ആണ്. ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് രാജ്യത്തിനകത്തും രാജ്യാന്തര തലത്തിലും സംസ്ഥാനങ്ങളിൽ നടന്ന പ്രധാന നിയമനങ്ങളെ പറ്റിയായിരുന്നു. രണ്ടാം ഭാഗത്തിൽ 2018 നടന്ന മേജർ ഇവൻസിനെ കുറിച്ചും അത് ഹോസ്റ്റ് ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഈ മൂന്നാം വീഡിയോയിൽ 2018 ലഭിച്ച പ്രധാനപ്പെട്ട അവാർഡുകൾ ഏതൊക്കെയാണെന്നും അത് ആർക്കൊക്കെയാണ് ലഭിച്ചതെന്നും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ ഓസ്കാർ അവാർഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2018 ഓസ്കാർ അവാർഡ്. ഓക്കെ, 2018 ഓസ്കാർ അവാർഡിന് ഏറ്റവും നല്ല ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദ ഷേപ്പ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ ചലച്ചിത്രമാണ്. എന്നാണ് പേര്? ഷേപ്പ് ഓഫ് വാട്ടർ. ബെസ്റ്റ് ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുളിർമോ ഡെൽ ടൊറോയാണ്. ആരാണ്? ഗുളിർമോ ഡെൽ ടൊറോ. ഗുളിർമോ ഡെൽ ടൊറോ ദ ഷേപ്പ് ഓഫ് വാട്ടറിൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിനാണ് ഏറ്റവും നല്ല ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, ഇനി ബെസ്റ്റ് ആക്ട്രസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിസ് മക്ഡോർമൻഡ് ആണ്. ആരാണ്? ഫ്രാൻസിസ് മക്ഡോർമൻഡ്. ഫ്രാൻസിസ് മക്ഡോർമൻഡിനെ ഈ പുരസ്കാരത്തിന് അർഹയാക്കിയത് 3 ബിൽബോർഡ്സ് ഔട്ട്സൈഡ് എബിങ് എന്ന് പറയുന്ന മൂവിയും മിസൗറി എന്ന് പറയുന്ന മൂവിയുമാണ്. ഈ രണ്ട് മൂവിയിലെ അഭിനയത്തിനാണ് ഫ്രാൻസിസ് മക്ഡോർമൻഡിന് ബെസ്റ്റ് ആക്ട്രസിനുള്ള പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അടുത്ത ബെസ്റ്റ് ആക്ടർ പുരസ്കാരം ഗ്യാരി ഓൾഡ്മാൻ കരസ്ഥമാക്കി. ആരാണ്? ഗ്യാരി ഓൾഡ്മാൻ. ഡാർക്കസ്റ്റ് അവർ എന്ന് പറയുന്ന മൂവിയിലെ അഭിനയത്തിനാണ് ഗ്യാരി ഓൾഡ്മാന് ബെസ്റ്റ് ആക്ടർ പുരസ്കാരം ലഭിച്ചത്. ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമായിട്ട് കൊക്കോ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, അപ്പം ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഏതാണ്? കൊക്കോ. ബെസ്റ്റ് ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ആണെങ്കിൽ ഡിയർ ബാസ്കറ്റ് ബോൾ ആണ്. അപ്പം ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമായി കൊക്കോ തിരഞ്ഞെടുക്കപ്പെട്ടു. ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമായി ഡിയർ ബാസ്കറ്റ് ബോളും തിരഞ്ഞെടുക്കപ്പെട്ടു. ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിമായി എ ഫെൻറ്റാസ്റ്റിക് വുമൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതാണ്? എ ഫെൻറ്റാസ്റ്റിക് വുമൺ എന്ന് പറയുന്ന ചിലിയിൽ നിന്നുള്ള ചലച്ചിത്രമാണ് എന്ന് പറയുന്നത് എ ഫെൻറ്റാസ്റ്റിക് വുമൺ എന്ന് പറയുന്നത്. ആ ചലച്ചിത്രം ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഫീച്ചറായിട്ട് ഇക്കാരസ് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഫീച്ചർ ഏതാണ്? ഇക്കാരസ്. ഏറ്റവും നല്ല വിഷ്വൽ എഫക്ട്സിന് ഉള്ള അവാർഡ് ബ്ലേഡ് റണ്ണർ എന്ന് പറയുന്ന ചലച്ചിത്രം കരസ്ഥമാക്കി. ഏതാണ്? ബ്ലേഡ് റണ്ണർ. ബെസ്റ്റ് വിഷ്വൽ എഫക്ട്സ് ഗോ ഫോർ ബ്ലേഡ് റണ്ണർ. ഓക്കെ, അപ്പോൾ 2018 ഓസ്കാറിലെ പ്രധാനപ്പെട്ട അവാർഡുകളെല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. പി എസ് സിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഓസ്കാർ 2018 കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത് 65ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളെക്കുറിച്ച് നോക്കാം. 65th നാഷണൽ ഫിലിം അവാർഡ്സ്. അത് ഓരോന്നായി നമുക്ക് നോക്കി തുടങ്ങാം. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വിനോദ് ഖന്നയ്ക്ക് ലഭിച്ചു. ആർക്കാണ് ലഭിച്ചത്? വിനോദ് ഖന്നയ്ക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് നമ്മുടെ ഒരു മലയാളിക്കാണ് കിട്ടിയത്. നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. ആർക്കാണ്? ജയരാജന്. ഏത് മൂവിക്കാണ്? ഭയാനകം എന്ന് പറയുന്ന മൂവിക്ക് ജയരാജന് ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. ബെസ്റ്റ് ഫീച്ചർ ഫിലിമായി വില്ലേജ് റോക്ക് സ്റ്റാർസ് എന്ന് പറയുന്ന ആസാമീസ് ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. വില്ലേജ് റോക്ക് സ്റ്റാർസ് എന്ന് പറയുന്ന ആസാമീസ് ചിത്രമാണ് ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ ചിത്രം. ബെസ്റ്റ് ആക്ടറായിട്ട് റിദ്ധി സെൻ തിരഞ്ഞെടുത്തു. ഏതാണ്? നഗർ കീർത്തൻ എന്ന് പറയുന്ന ഒരു ഫിലിമിന് വേണ്ടിയിട്ടാണ്. ആർക്കാണ് കിട്ടിയത്? റിദ്ധി സെന്നിനാണ് ഏറ്റവും നല്ല ആക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇതൊരു ബംഗാളി ഫിലിമാണ് നാഗർ കീർത്തൻ എന്ന് പറയുന്നത്. ബെസ്റ്റ് ആക്ട്രസ്സായി ശ്രീദേവി തിരഞ്ഞെടുക്കപ്പെട്ടു. മം എന്ന് പറയുന്ന ഹിന്ദി ഫിലിമിനുള്ള അഭിനയത്തിലേക്കാണ് ബെസ്റ്റ് ആക്ട്രസ് പുരസ്കാരം ശ്രീദേവിക്ക് ലഭിച്ചത്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറായി നമ്മുടെ മലയാളിയായ ഫഹദ് ഫാസിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫിലിം നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഏതാണ്? തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന് പറയുന്ന ചിത്രത്തിലാണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർക്കുള്ള പുരസ്കാരം ഫഹദ് ഫാസിൽ കരസ്ഥമാക്കിയത്. ബെസ്റ്റ് ഫിലിം ഫോർ നാഷണൽ ഇൻ്റഗ്രേഷൻ, മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രമായി ദാപ്പ എന്ന് പറയുന്ന മറാത്തി ഫിലിം തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതാണ്? ദാപ്പ. ബെസ്റ്റ് ഫിലിം ഫോർ നാഷണൽ ഇൻ്റഗ്രേഷൻ. ബെസ്റ്റ് പോപ്പുലർ ഫിലിമായി, ഏറ്റവും വലിയ പോപ്പുലർ ഫിലിമായി ബാഹുബലി 2. നമ്മളെല്ലാം കണ്ടതാണ്. ഏറ്റവും നല്ല ഫിലിമിനുള്ള അവാർഡ് കിട്ടുമെന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു ഫിലിമാണ് എന്ന് പറയുന്നത് ബാഹുബലി 2 എന്ന് പറയുന്നത്. അപ്പോൾ ബെസ്റ്റ് പോപ്പുലർ ഫിലിം ഏതാണ്? ബാഹുബലി 2 ആണ്. ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂ ആയിട്ട്
ആളൊരുക്കം എന്ന് പറയുന്ന മൂവി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏതാണ് ആളൊരുക്കം എന്ന് പറയുന്ന മൂവി? ഏതാണ് ബെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസ്? മലയാളം ഫിലിമാണ്. നമ്മളുടെ ഇന്ദ്രൻസിന് അഭിനയത്തിന് നമ്മളുടെ സംസ്ഥാന അവാർഡും ലഭിച്ച ഫിലിമാണ് എന്ന് പറയുന്നത് ആളൊരുക്കം എന്ന് പറയുന്നത്. ഓക്കെ, ബെസ്റ്റ് ചിൽഡ്രൻ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മോർക്കിയ ആയിരുന്നു. ഓക്കെ, അപ്പോൾ മോർക്കിയ ബെസ്റ്റ് ചിൽഡ്രൻ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ AR റഹ്മാൻ കരസ്ഥമാക്കി. ബെസ്റ്റ് പ്ലേബാക്ക് സിംഗറായി യേശുദാസിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ബെസ്റ്റ് മലയാളം ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന് പറയുന്ന മൂവിയാണ്. ഏതാണ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും ബെസ്റ്റ് മലയാളം ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും നല്ല ഹിന്ദി ചലച്ചിത്രത്തിനുള്ള അവാർഡ് ന്യൂട്ടൺ കരസ്ഥമാക്കി. ഓക്കെ, അപ്പം അതുമായി ബന്ധപ്പെട്ട പോയിന്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നാഷണൽ ഫിലിം അവാർഡിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകളെല്ലാം നമ്മളിവിടെ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്ന് പറയുന്നത് 48ാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിലേക്ക് കടക്കാം. ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് ലിജോ ജോസ് പല്ലിശ്ശേരി കരസ്ഥമാക്കി. ആരാണ്? ലിജോ ജോസ് പല്ലിശ്ശേരിക്കാണ് ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് ലഭിച്ചത്. ഈ മാ യൗ എന്ന് പറയുന്ന മൂവിയുടെ ഡയറക്ഷനിലേക്കാണ് ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് ഏറ്റവും നല്ല ഡയറക്ടർക്കുള്ള അവാർഡ് ലഭിച്ചത്. ഓക്കെ, ഇനി ബെസ്റ്റ് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറയുന്നത് ഒറ്റമുറി വെളിച്ചം എന്ന് പറയുന്ന രാഹുൽ റിജി നായർ സംവിധാനം ചെയ്ത ചിത്രത്തിനാണ്. ഓക്കെ, ഏതാണ് ഫിലിം? ഏതാണ്? ഒറ്റമുറി വെളിച്ചം. സംവിധായകൻ ആരാണ്? രാഹുൽ റിജി നായർ. അദ്ദേഹം സംവിധാനം ചെയ്ത ഒറ്റമുറി വെളിച്ചത്തിനാണ് ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത്. സെക്കൻഡ് ബെസ്റ്റ് ഫിലിമായി ഏതൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫിലിമായി രക്ഷാധികാരി ബൈജു ഒപ്പ് എന്ന് പറയുന്ന ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, അപ്പം പോപ്പുലർ ഫിലിം ചോദിച്ചാൽ രക്ഷാധികാരി ബൈജുവും, ബെസ്റ്റ് ഫിലിം ചോദിച്ചാൽ ഏതാണ്? ഒറ്റമുറി വെളിച്ചവുമാണ്. ഓക്കെ, ഇനി ബെസ്റ്റ് ആക്ടറായിട്ട് ഇന്ദ്രൻസ് തിരഞ്ഞെടുക്കപ്പെട്ടു ആളൊരുക്കം എന്ന് പറയുന്ന മൂവിക്ക്. ഓക്കെ, അത് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു. ഏറ്റവും സോഷ്യൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യുന്ന ചലച്ചിത്രത്തിനുള്ള നാഷണൽ പുരസ്കാരം ലഭിച്ച ചിത്രമാണ് ആളൊരുക്കം. ആ ആളൊരുക്കത്തിലെ അഭിനയത്തിനാണ് ഇന്ദ്രൻസിന് നമ്മളുടെ സ്റ്റേറ്റിലെ ഏറ്റവും നല്ല ആക്ടർക്കുള്ള അവാർഡ് ലഭിച്ചത്. ഓക്കെ, ഇനി ബെസ്റ്റ് ആക്ട്രസിനുള്ള പുരസ്കാരം ടേക്ക് ഓഫിലെ അഭിനയത്തിന് പാർവതി കരസ്ഥമാക്കി. ബെസ്റ്റ് ക്യാരക്ടർ ആക്ടറായി അലൻസീർ തിരഞ്ഞെടുക്കപ്പെട്ടു. ബെസ്റ്റ് ക്യാരക്ടർ ആക്ട്രസായി പോളി വത്സൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, ഏറ്റവും നല്ല ലിറിക്സിനുള്ള അവാർഡ് ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. ചൈൽഡ് ആക്ടറായിട്ട് ഏറ്റവും നല്ല ചൈൽഡ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാസ്റ്റർ അഭിനന്ദിന് സ്വനം എന്ന് പറയുന്ന മൂവിയിലേക്കും നക്ഷത്രയ്ക്ക് രക്ഷാധികാരി ബൈജു എന്ന് പറയുന്ന മൂവിയിലെ അഭിനയത്തിനും ഏറ്റവും നല്ല ചൈൽഡ് ആക്ടേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, അപ്പം അത് മനസ്സിലായല്ലോ. അപ്പം കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ പ്രധാനപ്പെട്ട നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനെല്ലാം നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. അടുത്ത നമുക്ക് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ആൻഡ് കേരള IFFIയും IFFKയും നമുക്ക് നോക്കാം. IFFI എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 49ാമത്തെ അവാർഡാണ് ഈ വട്ടം വിതരണം ചെയ്തത്. IFFK ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയാണെങ്കിൽ 23ാമത്തതും ആണ് ഈ തവണ വിതരണം ചെയ്തത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. IFFI അതിനകത്ത് ബെസ്റ്റ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്. ബെസ്റ്റ് ആക്ടറായിട്ട് ചെമ്പൻ വിനോദിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, ചെമ്പൻ വിനോദിനെ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ മേളിൽ പറഞ്ഞ അതേ മൂവിയിലെ അഭിനയത്തിനാണ്, ഈ മാ യൗ എന്ന് പറയുന്ന മൂവിയിലെ അഭിനയത്തിന് തന്നെയാണ് ചെമ്പൻ വിനോദിന് ബെസ്റ്റ് ആക്ടർക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അനസ്തസ്യ പുസ്തോവിച്ച്. ഓക്കെ, അപ്പം അനസ്തസ്യ പുസ്തോവിച്ചിനെയാണ് ഏറ്റവും നല്ല ആക്ട്രസായി IFFI തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗോൾഡൻ പീകോക്ക് അവാർഡ് ലഭിച്ചത് ഡോൺബാസ് എന്ന് പറയുന്ന ഉക്രൈൻ ഫിലിമിലാണ്. ഏത് ഫിലിമിനാണ്? ഡോൺബാസ് എന്ന് പറയുന്ന ഉക്രൈൻ ഫിലിമിന് ഗോൾഡൻ പീകോക്ക് അവാർഡ് ലഭിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ IFFI കഴിഞ്ഞിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ 2018. അതിനകത്തുള്ള പ്രധാനപ്പെട്ട ചോദിക്കാൻ ചാൻസ് ഉള്ള 4 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് IFFK നോക്കാം. 23rd IFFK. ഓക്കെ, അതിനകത്തുള്ള അവാർഡ് നോക്കാം. അതിലും ബെസ്റ്റ് ഡയറക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലിജോ ജോസ് പല്ലിശ്ശേരി തന്നെയാണ്. ഈ മാ യൗ എന്ന് പറയുന്ന സെയിം ഫിലിമിന് തന്നെയാണ്. ഓക്കെ, പക്ഷേ ബെസ്റ്റ് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ദ ഡാർക്ക് റൂം എന്ന് പറയുന്ന ഫിലിമാണ്. ഏതാണ്? ദ ഡാർക്ക് റൂം എന്ന് പറയുന്ന റൗഹള്ള ഹൈജാസിയുടെ ഫിലിമാണ്. ഏതെന്ന് പറയുന്നത് ദ ഡാർക്ക് റൂം എന്ന് പറയുന്ന ചിത്രം. ഓക്കെ, ബെസ്റ്റ് ഡീബട്ട് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അനാമിക ഹസ്കറാണ്. ഓക്കെ, നവാഗത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അനാമിക ഹസ്കറാണ്. ഓക്കെ, അതിൻ്റെ ആ ഫിലിമാണ് ടേക്കിംഗ് ദ ഹോസ്റ്റ് ടു ഈറ്റ് ജിലേബീസ് എന്ന് പറയുന്ന ഫിലിമിന്. ഓക്കെ,
ഗോഡേക്കോ ജിലാബി കിലാനെ ലെ ജാ റിയ ഹൂൺ എന്നാണ് ആ ഹിന്ദി ഫിലിമിൻ്റെ പേര്. ഓക്കെ, ടേക്കിംഗ് ദ ഹോഴ്സ് ടു ഈറ്റ് ജിലേബീസ് എന്ന് പറയുന്ന ഫിലിമിന് വേണ്ടി അനാമിക ഹസ്കറാണ് ബെസ്റ്റ് ഡീബട്ട് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് നോക്കാം. അപ്പം നമ്മളുടെ ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവാർഡെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് സ്പോർട്സും ഗെയിംസിലും ഒക്കെ ആയിട്ട് കിടക്കാം. അപ്പം നമുക്ക് ഏഷ്യൻ ഗെയിംസിലോട്ട് പോകാം. ഏഷ്യൻ ഗെയിംസ് നമ്മൾ മുന്നേ ഉള്ള വീഡിയോസിലെല്ലാം പറഞ്ഞു കഴിഞ്ഞാണ്, പക്ഷേ അതിൻ്റെ അവാർഡ് കിട്ടിയത് ആർക്കാന്നൊന്നും പറഞ്ഞിട്ടില്ല. അതാണ് നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ഗോൾഡ് മെഡൽ കിട്ടിയ ആൾക്കാരുടെ പേരൊന്ന് നോക്കാം. ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതല്ല, ഇതിലും ഒരുപാട് കൂടുതലുണ്ട്, എങ്കിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്ന് ഫിൽട്ടർ ചെയ്ത ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. മെൻസ് 1500 മീറ്റർ ഓട്ടത്തിൽ കിട്ടിയത് ജിൻസൺ ജോണിനാണ്. ഓക്കെ, അപ്പോൾ ജിൻസൺ ജോണിന് 1500 മീറ്ററിൽ ഗോൾഡ് മെഡൽ ലഭിക്കുകയുണ്ടായി. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണം കിട്ടി. ആർക്കാണ്? ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്രയ്ക്ക് സ്വർണം ലഭിക്കുകയുണ്ടായി. മെൻസ് ട്രിപ്പിൾ ജമ്പിൽ അർപീന്ദർ സിംഗിന് സ്വർണം ലഭിച്ചു. 10 മീറ്റർ എയർ പിസ്റ്റലിൽ സൗരവ് ചൗധരിക്ക് സ്വർണം ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ 4 പേരുകളൊന്ന് പഠിച്ചു വെക്കുക. പി എസ് സിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം പറഞ്ഞ ജിൻസൺ ജോൺസന്റെ പേര് തന്നെയാണ്. അത് ഓർത്ത് മനഃപ്പാടമാക്കി വെക്കുക. ഇനി വുമൺസ് സിംഗിൾസിൽ PV സിന്ധുവിന് സിൽവറും സൈന നെഹ്വാളിന് ബ്രോൺസും കിട്ടുകയുണ്ടായി. ഓക്കെ, അപ്പം ബാഡ്മിൻ്റണിൽ PV സിന്ധുവിന് ഏതാണ് കിട്ടിയത്? സിൽവറും. സൈന നെഹ്വാളിന് ബ്രോൺസും കിട്ടുകയുണ്ടായി വുമൺസ് സിംഗിൾസ് ബാഡ്മിൻ്റണിൽ. ഓക്കെ, ഇനി നമ്മളുടെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഓപ്പണിംഗ് ഫ്ലാഗ് ബിയർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഓപ്പണിംഗ് സെറമണിയിൽ ഇന്ത്യൻ പതാക എഴുതിയത് നമ്മുടെ ജാവലിൻ ത്രോ ചാമ്പ്യനായ നീരജ് ചോപ്രയാണ്. ക്ലോസിംഗ് ഫ്ലാഗ് സെറമണി റാണി റാംബലാണ്. റാണി റാംബൽ ആരാണ്? വുമൺസ് ഹോക്കി ക്യാപ്റ്റനാണ്. ഓക്കെ, നമ്മളതിൻ്റെ ഫൈനൽ വരെ എത്തുകയും ജപ്പാനുമായി നമ്മൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഏഷ്യൻ ഗെയിംസിൽ. ഓക്കെ, പക്ഷേ ഫൈനൽ വരെ എത്തുക എന്നുള്ളത് ഒരു വളരെ വളരെ വലിയൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് റാണി റാംബൽ അവസാനമല്ല ക്ലോസിംഗ് സെറമണിയിൽ പതാക ഏന്തിയത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്തതായി നമുക്ക് കോമൺവെൽത്ത് ഗെയിംസ് നോക്കാം. കോമൺവെൽത്ത് ഗെയിംസ് നടന്നതെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിൽ വെച്ചിട്ടാണ് 2018 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. അപ്പോൾ അതിൽ ഗോൾഡ് കിട്ടിയവരെ ഒന്ന് നോക്കാം. വുമൺസ് 45 to 48 kg ബോക്സിങ്ങിൽ മേരി കോമിന് കിട്ടി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, മേരി കോമിന് ബോക്സിങ്ങിന് ഗോൾഡ് മെഡൽ കിട്ടി. വുമൺസ് സിംഗിൾ ബാഡ്മിൻ്റണിൽ സൈന നെഹ്വാളിന് ഗോൾഡ് മെഡൽ കിട്ടി. വുമൺസ് 25 മീറ്റർ പിസ്റ്റലിൽ ഹീന സിന്ധുവിന് ഗോൾഡ് മെഡൽ കിട്ടുകയുണ്ടായി. മെൻ ഫ്രീ സ്റ്റൈൽ 74 kg ഗുസ്തിയിൽ സുശീൽ കുമാറിന് കിട്ടി. വുമൺസ് 48 kg വെയ്റ്റ് ലിഫ്റ്റിങ്ങിന് മീരാബായ് ചനുവിന് ലഭിക്കുകയുണ്ടായി ഗോൾഡ് മെഡൽ. വുമൺസ് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ തേജസ്വിനി സാവന്ത് അവർക്ക് എന്ത് കിട്ടുകയുണ്ടായി? ഗോൾഡ് മെഡൽ കിട്ടുകയുണ്ടായി. അതിനകത്ത് മേരി കോമും സൈന നെഹ്വാളും സുശീൽ കുമാറും മീരാബായ് ചനുവും എല്ലാം വളരെ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കേണ്ടതാണ്. കാരണം മീരാബായ് ചനുവിന് KL രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പം ആ പേര് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അതേപോലെ മേരി കോമും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു മേരി കോമിനെ ട്രൈബ്സ് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഓർക്കുക. ഇങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് പഴയ കാര്യങ്ങളും കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇതേപോലെ നമ്മളുടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഓപ്പണിംഗ് ഫ്ലാഗ് ബിയറായിരുന്നത് ആരാണ്? PV സിന്ധുവാണ്. ക്ലോസിംഗ് ഫ്ലാഗ് ആരാണെന്ന്? മേരി കോമാണ്. ഓക്കെ, അപ്പം ഓപ്പണിംഗ് സെറമണിയിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PV സിന്ധുവും ക്ലോസിംഗ് സെറമണിയിൽ മേരി കോമും ആയിരുന്നു. ഓക്കെ, അടുത്ത നമുക്ക് ഫിഫ വേൾഡ് കപ്പ് 2018 കിടക്കാം. 2018 ഫിഫ വേൾഡ് കപ്പ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? റഷ്യയിൽ വെച്ചിട്ടാണ്. അതിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ഗോൾഡൻ ബോൾ അവാർഡിൽ നേടിയത് ആരാണ്? ലൂക്ക മോഡ്രിക്കിനാണ് എന്ത് കിട്ടിയത്? ഗോൾഡൻ ബോൾ അവാർഡ് ലഭിച്ചത്. ഗോൾഡൻ ബോൾ അവാർഡ് ലഭിച്ച ലൂക്ക മോഡ്രിക്ക് ക്രൊയേഷ്യൻ പ്ലെയറാണ്. ഗോൾഡൻ ബൂട്ട് കിട്ടിയത് ഹാരി കെയ്നാണ്. ഇംഗ്ലണ്ടിൻ്റെ കളിക്കാരനായ ഹാരി കെയ്ൻ എന്ത് ലഭിക്കുകയുണ്ടായി? ഗോൾഡൻ ബൂട്ട്. ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ വ്യക്തിക്കുള്ള അവാർഡാണ് ഗോൾഡൻ ബൂട്ട്. 6 ഗോളുകളാണ് അദ്ദേഹം 2018 റഷ്യൻ വേൾഡ് കപ്പിൽ നേടിയത്. ഗോൾഡൻ ഗ്ലോവ് തിബട്ട് കോർട്ടിയോസ് നേടി. ആരാണ്? തിബട്ട് കോർട്ടിയോസിന് എന്ത് കിട്ടി? ഗോൾഡൻ ഗ്ലോവ് കിട്ടി. ബെൽജിയത്തിൻ്റെ പ്ലെയറായ തിബട്ട് കോർട്ടിയോസിന് ഗോൾഡൻ ഗ്ലോവ് ലഭിക്കുകയുണ്ടായി. ഇനി നമുക്ക് സിൽവർ ബൂട്ട് കിട്ടിയത് ആരാന്ന് പഠിക്കണം. ഈ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ഗ്ലോവും ഗോൾഡൻ ബാളും എല്ലാം എല്ലാവരും പഠിക്കുമെന്ന് PSCക്കും അറിയാം. PSC ഒരു ചേഞ്ചിന് നാളെ ചോദിക്കുകയാണ് സിൽവർ ബൂട്ട് കിട്ടിയത് ആരാന്ന് ചോദിച്ചാൽ ആർക്കാണ്? ആൻ്റണി ഗ്രീസ്മാൻ ആണ്. ഓക്കെ, ആൻ്റണി ഗ്രീസ്മാൻ 4 ഗോളുകൾ നേടിയത് കൊണ്ട് അദ്ദേഹത്തിനാണ് സിൽവർ ബൂട്ട് കിട്ടിയത്. ഫിഫയുടെ യങ് പ്ലെയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കൈലാൻ ബബാപ്പയാണ്. അദ്ദേഹം ഫ്രാൻസിൻ്റെ പ്ലെയറാണ്. ഓക്കെ, അടുത്ത ഫിഫ ഫെയർ പ്ലെയർ ട്രോഫി സ്പെയിൻ കരസ്ഥമാക്കിയുണ്ടായി. ഫിഫ മത്സരത്തിൻ്റെ ജേതാക്കൾ ആരാന്ന് വെച്ചാൽ ആരാണ്? ഫ്രാൻസാണ്. ഫ്രാൻസും ക്രൊയേഷ്യയുമായി ഫൈനലിൽ വന്ന് 2-നെതിരെ 4 ഗോളുകൾക്ക് ഫ്രാൻസ് ജയിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ,
അടുത്ത മാൻ ഓഫ് ദ മാച്ച്, ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ചും ആന്റണി ഗ്രീസ്മാൻ തന്നെയായിരുന്നു. ഫ്രാൻസിന്റെ പ്ലെയറായ ആന്റണി ഗ്രീസ്മാൻ തന്നെയായിരുന്നു മാൻ ഓഫ് ദ മാച്ചും ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഫിഫ വേൾഡ് കപ്പിലെ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത മലയാളത്തിലെ ലിറ്റററി അവാർഡ്. ഓക്കെ, മലയാളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. എഴുത്തച്ഛൻ അവാർഡ് എം മുകുന്ദന് ലഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെ വള്ളത്തോൾ അവാർഡും അദ്ദേഹത്തിന് തന്നെയാണ് ലഭിച്ചത്. അപ്പം എഴുത്തച്ഛൻ അവാർഡും വള്ളത്തോൾ അവാർഡും എം മുകുന്ദന് ലഭിച്ചു. അദ്ദേഹം മലയാള ഭാഷയിലുള്ള സമഗ്ര സംഭാവനയെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന് ഈ 2 അവാർഡുകളും കൊടുത്തത്. എഴുത്തച്ഛൻ അവാർഡും വള്ളത്തോൾ അവാർഡും എം മുകുന്ദൻ തന്നെ കരസ്ഥമാക്കി. വയലാർ അവാർഡാണെങ്കിൽ KV മോഹൻകുമാർ കരസ്ഥമാക്കി. അദ്ദേഹത്തിന്റെ ഏത് നോവലിനാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഉഷ്ണരാശി, എന്താണ് നോവലിന്റെ പേര് ഓർത്ത് വെക്കുക, എന്താണ് ഉഷ്ണരാശി എന്ന് പറയുന്ന നോവലിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. KV മോഹൻകുമാറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ മുന്നേ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഒന്ന് റിവൈസ് ചെയ്യുക, കാരണം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് KV മോഹൻകുമാറിൻ്റെത്. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള അവാർഡുകളിലും ഒന്നാണ്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് മുട്ടത്ത് വർക്കി പുരസ്കാരം KR മീര കരസ്ഥമാക്കി. ആരാച്ചാർ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് പുസ്തകത്തിന് വേണ്ടിയിട്ടാണ് KR മീരയ്ക്ക് എന്ത് കിട്ടിയത്, മുട്ടത്ത് വർക്കി അവാർഡ് കിട്ടിയത്. KR മീരയ്ക്ക് ആരാച്ചാർ എന്ന് പറഞ്ഞ പുസ്തകത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഈ വർഷം കിട്ടിയതാണ് ഏതെന്ന് പറയുന്നത് മുട്ടത്ത് വർക്കി പുരസ്കാരം KR മീരയ്ക്ക്. അടുത്ത സാഹിത്യ അക്കാദമി അവാർഡ് മലയാളത്തിലേക്ക് കിട്ടിയത് S രമേശൻ നായർക്കാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഗുരു പൗർണമി എന്ന് പറയുന്ന കവിതയ്ക്കാണ്. ഓക്കെ, അപ്പം ഗുരു പൗർണമി എന്ന് പറയുന്ന കവിതയ്ക്ക് S രമേശൻ നായർക്ക് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. JC ഡാനിയൽ അവാർഡ് എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പിക്ക് ലഭിക്കുകയുണ്ടായി. ബാലാമണി അമ്മ അവാർഡും അദ്ദേഹത്തിന് തന്നെ ലഭിച്ചു. അപ്പം JC ഡാനിയലിന് 2 പുരസ്കാരങ്ങളാണ്. JC ഡാനിയൽ അവാർഡും ബാലാമണി അമ്മ അവാർഡും ഈ പറഞ്ഞ 2 പുരസ്കാരങ്ങളും ശ്രീകുമാരൻ തമ്പിക്ക് ലഭിക്കുകയുണ്ടായി. അടുത്തതെന്ന് പറയുന്നത് ONV ലിറ്റററി പ്രൈസ് MT വാസുദേവൻ നായർ കരസ്ഥമാക്കി. ഏതാണ് ONV ലിറ്റററി പ്രൈസ് ആരാണ് കരസ്ഥമാക്കിയത്? MT വാസുദേവൻ നായർ. മാതൃഭൂമി ലിറ്റററി അവാർഡാണെങ്കിൽ ആർക്കാണ് കിട്ടിയത്? NS മാധവന്. NS മാധവൻ ഏതാണ് കിട്ടിയത്? മാതൃഭൂമി ലിറ്റററി അവാർഡ്. ഓക്കെ, അടുത്ത പത്മപ്രഭ ലിറ്റററി അവാർഡ് കിട്ടിയത്, പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് കൽപ്പറ്റ നാരായണനാണ്. കൽപ്പറ്റ നാരായണൻ ഏതാണ് കിട്ടിയത്? പത്മപ്രഭ പുരസ്കാരം. OV വിജയൻ ലിറ്റററി അവാർഡ് കിട്ടിയത് CS മീനാക്ഷിക്കാണ്. CS മീനാക്ഷിയുടെ ഭൗമചാപം എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ഏത് അവാർഡ് കിട്ടിയത്? OV വിജയൻ ലിറ്റററി അവാർഡ് കിട്ടിയത്. പത്മരാജൻ അവാർഡ് കിട്ടിയത് ആഷിഖ് അബൂനാണ്. മായാനദിയുടെ ഡയറക്ടറായ ആഷിഖ് അബൂനാണ്. മായാനദി എന്ന് പറഞ്ഞ ഫിലിം ഡയറക്റ്റ് ചെയ്തതിലേക്കാണ് ഏത് കിട്ടിയത്? പത്മരാജൻ അവാർഡ് കിട്ടിയത്. അടുത്ത ആശാൻ വേൾഡ് പ്രൈസ് എന്ന് പറയുന്നത് റൗൾ സുറിത എന്ന് പറയുന്ന ചിലിയൻ പോയിട്ട് നേടുകയുണ്ടായി. ഓക്കെ, അപ്പം അത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അതർ അവാർഡ്, മറ്റ് പുരസ്കാരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. താൻസൻ സമ്മാൻ, മധ്യപ്രദേശ് ഗവൺമെന്റ് നൽകുന്ന താൻസൻ സമ്മാൻ ഈ വട്ടം ലഭിച്ചത് മഞ്ജു മേത്തയ്ക്കാണ്. ഓക്കെ, അപ്പോൾ മഞ്ജു മേത്തയ്ക്ക് എന്ത് കിട്ടി? താൻസൻ സമ്മാൻ കിട്ടി. ഫിഫ ബാലൻഡിയോർ അവാർഡ് ലഭിച്ചത് ലൂക്ക മോഡ്രിക്കിനാണ്. ബെസ്റ്റ് വുമൺ പാർലമെന്ററിയനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കനിമൊഴി, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള രാജ്യസഭാ MP ആയ കനിമൊഴിക്കാണ് ഏറ്റവും നല്ല വുമൺ പാർലമെന്റേറിയനുള്ള 2018 പുരസ്കാരം ലഭിച്ചത്. മിസ് വേൾഡ് 2018 ആയിട്ട് ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? വനേസ പോൺസ് ഡി ലിയോൺ. ഓക്കെ, അപ്പോൾ വനാസ പോൺസ് ഡി ലിയോണിനെ മിസ് വേൾഡ് 2018 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതൊന്ന് സൂക്ഷിച്ച് പഠിക്കുക. കാരണം എന്ന് പറയുന്നത് വനേസ പോൺസ് ഡി ലിയോൺ എന്ന് പറയുന്ന മെക്സിക്കൻ വുമൺ ആണ്. മെക്സിക്കൻ വുമൺ ഈ പുരസ്കാരം ലഭിക്കുന്നത് ആദ്യ തവണയാണ്. അപ്പോൾ ഫസ്റ്റ് മെക്സിക്കൻ വുമൺ വോൺ മിസ് വേൾഡ് 2008 മിസ് വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? വനേസ പോൺസ് ഡി ലിയോൺ ആണ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത മിസ് യൂണിവേഴ്സ്. ഒരു കാര്യം അതിന് മുന്നേ പറയണമെന്നുണ്ട്. ഇതിന് തൊട്ട് മുന്നേ ലഭിച്ചത് ഇന്ത്യക്കാർക്കാണ്. ആർക്കാണെന്നറിയാമല്ലോ? മാനുഷി ചില്ലറിനാണ്. ഓക്കെ, മാനുഷി ചില്ലറിനാണ് ഇതിന് മുന്നേ ലഭിച്ചത്. അത് 67ാമത്തെ ആയിരുന്നു. ഈ കഴിഞ്ഞത് 68ാമത്തത്. അടുത്ത മിസ് യൂണിവേഴ്സ് 2018 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കാട്രിയോണ എലൈസ ഗ്രേ ആണ്. ഓക്കെ, ആരാണ്? കാട്രിയോണ എലൈസ ഗ്രേ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ഫിലിപ്പൻസ് മോഡൽ. ഓക്കെ, ഓസ്ട്രേലിയൻ ഫിലിപ്പൻസ് മോഡലായ കാട്രിയോണ എലൈസ ഗ്രേക്കാണ് മിസ് യൂണിവേഴ്സ് 2018 ലഭിച്ചത്. അടുത്ത മിസ് ഇന്ത്യ 2018 ഫെമിന മിസ് ഇന്ത്യ 2018 അനുകീർത്തി വ്യാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ,
അപ്പം ഫെമിന മിസ് ഇന്ത്യ 2018 ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? അനുകീർത്തി വ്യാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത മിസ് ഇന്ത്യ വേൾഡ് വൈഡ് 2018 ശ്രീ സൈനി തിരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ്? ശ്രീ സൈനി മിസ് ഇന്ത്യ വേൾഡ് വൈഡ്. അപ്പം മിസ് ഇന്ത്യ 2018 അനുകീർത്തി വ്യാസ് ആണെങ്കിൽ മിസ് ഇന്ത്യ വേൾഡ് വൈഡ് ചോദിക്കുകയാണെങ്കിൽ ശ്രീ സൈനിയാണ്. ഓക്കെ. അടുത്ത ടോപ്പ് ഇന്ത്യൻ സ്റ്റാർ ഓഫ് 2018 ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ദീപിക പദുക്കോണാണ്. IMDb കൊടുക്കുന്ന ഒരു അവാർഡാണത്. ഇന്റർനാഷണൽ മൂവി ഡേറ്റാബേസ് പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പ് ഇന്ത്യൻ സ്റ്റാർ ഓഫ് 2018 ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ദീപിക പദുക്കോണാണ്. ബെസ്റ്റ് ഫിഫ മെൻ പ്ലെയർ ആയിട്ട് ലൂക്ക മോഡ്രിക്, നമ്മുടെ ബാലൻഡിയോർ കിട്ടിയ ലൂക്ക മോഡ്രിക്കിന് തന്നെയാണ് ഏതും കിട്ടിയത്? ബെസ്റ്റ് ഫിഫ മെൻ പ്ലെയർ അവാർഡും കിട്ടിയത്. ഓക്കെ, ക്രൊയേഷ്യൻ പ്ലെയറായ ലൂക്ക മോഡ്രിക്. അടുത്ത ബെസ്റ്റ് ഫിഫ വുമൻസ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാർത്ത, ബ്രസീലിൻ്റെ ഫുട്ബോൾ പ്ലെയറായ മാർത്തയ്ക്കാണ് ഏറ്റവും നല്ല വുമൺ പ്ലെയറിനുള്ള അവാർഡ് കിട്ടിയത്. ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ് UN കൊടുക്കുന്ന അവാർഡാണ്. UNൻ്റെ പരിസ്ഥിതിപരമായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുന്ന പരമോന്നത പുരസ്കാരമാണ് എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കും ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോണിനും കൂടെയാണ് ഈ വട്ടം ലഭിക്കുകയുണ്ടായത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലായിട്ട് നമ്മൾ പോവുകയാണ്. ഇന്ത്യയിലെ ക്ലീനസ്റ്റ് എയർപോർട്ടിനുള്ള അവാർഡ് മാംഗ്ലൂർ എയർപോർട്ടിന് ലഭിക്കുകയുണ്ടായി. മാംഗ്ലൂർ എയർപോർട്ടിന് ഈ അവാർഡ് കൊടുത്തത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന അവാർഡാണ് നമ്മുടെ മാംഗ്ലൂർ എയർപോർട്ടിന് കിട്ടിയ ഇന്ത്യയുടെ ക്ലീനസ്റ്റ് എയർപോർട്ടിനുള്ള അവാർഡ്. അടുത്ത പത്മഭൂഷൺ അവാർഡ് നമ്മുടെ MS ധോണിക്ക് ലഭിക്കുകയുണ്ടായി. മദർ തെരേസ അവാർഡ് ഈ വട്ടം നദിയ മുറാദിനും ഡോക്ടർ ഡെന്നിസ് മുക്വേഗിനും ലഭിക്കുകയുണ്ടായി. ഓക്കെ, അടുത്തത് ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനുള്ള മിസ് ട്രാൻസ്ക്യൂ എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തുകയുണ്ടായി. ട്രാൻസ്ജെൻഡേഴ്സിനുള്ള സുന്ദരി പട്ടം എന്ന് പറയുന്ന പോലെ ഒരു പ്രോഗ്രാമാണ്. ഏതെന്ന് പറയുന്നത് മിസ് ട്രാൻസ്ക്യൂൺ എന്ന് പറയുന്നത്. അത് വീണ സെന്ദ്രയ്ക്ക് ആദ്യമായി ലഭിക്കുകയുണ്ടായി. ഫസ്റ്റ് മിസ് ട്രാൻസ്ക്യൂണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വീണ സെന്ദ്രയാണ്. സിയോൾ പീസ് പ്രൈസ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലഭിക്കുകയുണ്ടായി. അഫ്ഗാനിസ്ഥാൻ പ്രൊവൈഡ് ചെയ്യുന്ന അമർ അബ്ദുള്ള ഖാൻ അവാർഡ്, അഫ്ഗാനിസ്ഥാൻ്റെ ഒരു പ്രധാനപ്പെട്ട അവാർഡുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് അമീർ അബ്ദുള്ള ഖാൻ അവാർഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ നരേന്ദ്രമോദിക്ക് ലഭിച്ചു. ലണ്ടൻ പ്രസ് ഫ്രീഡം അവാർഡ് സ്വാതി ചതുർവേദിക്ക് ലഭിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ലണ്ടൻ പ്രസ് ഫ്രീഡം അവാർഡ് ആർക്കാണ് ലഭിച്ചത്? സ്വാതി ചതുർവേദിക്ക് ലഭിക്കുകയുണ്ടായി. രാജീവ് ഗാന്ധി സദ്ഭാവന അവാർഡ് ഗോപാലകൃഷ്ണ ഗാന്ധിക്ക് ലഭിച്ചു. ഓക്കെ, രാജീവ് ഗാന്ധി സദ്ഭാവന അവാർഡ് ഗോപാലകൃഷ്ണ ഗാന്ധിക്ക് ലഭിച്ചു. ഇന്ത്യയുടെ ബെസ്റ്റ് ഗ്രാമപഞ്ചായത്തായിട്ട് ദിഗം ബരാപൂർ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ വർഷമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ക്യാഷ്ലെസ് ഐലൻഡ് ആയിട്ട് കരംഗ്, മണിപ്പൂരിലെ കരംഗ് തിരഞ്ഞെടുക്കപ്പെട്ടതും ഈ വർഷമാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് മീരാബായി ചൈനു എന്ന് പറയുന്ന വെയിറ്റ് ലിഫ്റ്ററിനും നമ്മുടെ ക്രിക്കറ്റ് ക്യാപ്റ്റനായ വിരാട് കോഹ്ലിക്കും കൂടെ ഈ വർഷം ലഭിക്കുകയുണ്ടായി. അടുത്തത് ചീഫ് മിനിസ്റ്റർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വസുന്ധര രാജയാണ്. ഓക്കെ, രാജസ്ഥാൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന വസുന്ധര രാജയാണ് ഈ വർഷത്തെ ഏറ്റവും നല്ല ചീഫ് മിനിസ്റ്ററിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയത്. ഇപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു, മന്ത്രിസഭ മാറി. ഇപ്പോഴവിടെ ആരാണ്? അശോക് ഗെഹ്ലോട്ടാണ് രാജസ്ഥാനിലെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തു വെക്കുക, തെറ്റിപ്പോകരുത്. ജ്ഞാനപീഠം അവാർഡ് 2018 അമിതാഭ് ഘോഷിന് ലഭിക്കുകയുണ്ടായി. മാൻ ബുക്കർ പ്രൈസ് അന്ന ബേൺസ് കരസ്ഥമാക്കി. അടുത്ത രാജാറാം മോഹൻ റോയ് അവാർഡ് 2018 ആർക്കാണ് ലഭിച്ചത്? N റാമിനാണ് ലഭിച്ചത്. ഓക്കെ, അത് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ PTI. ഓക്കെ, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ കൊടുക്കുന്ന PTI അല്ല, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ PCI കൊടുക്കുന്ന അവാർഡാണ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ വട്ടം കിട്ടിയത് ആർക്കാണ്? N റാമിനാണ്. അടുത്ത ദാദാസാഹിബ് ഫാൽക്കെ ഫിലിം ഫൗണ്ടേഷൻ്റെ ഒരു അവാർഡ് കൂടിയുണ്ട്. അതുകൂടെ പറയുമ്പോഴത്തേക്ക് നമ്മളുടെ അവാർഡിൻ്റെ സെക്ഷൻ കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മളൊന്നും പറയുന്നില്ല. അപ്പം ദാദാസാഹിബ് ഫാൽക്കെ ഫിലിം ഫൗണ്ടേഷൻ അവാർഡിൽ ബെസ്റ്റ് ആക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് അക്ഷയ് കുമാറാണ്. ബെസ്റ്റ് ആക്ട്രസ്സായി ഭൂമി പട്നാഗർ തിരഞ്ഞെടുക്കപ്പെട്ടു. മോസ്റ്റ് വെർസറ്റൈൽ ആക്ട്രസ്സായിട്ട് മനീഷ കൊയിരാള തിരഞ്ഞെടുക്കപ്പെട്ടു. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് രാകേഷ് റോഷൻ എന്ന് പറയുന്ന ഡയറക്ടർക്കും ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ലെസൺ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.